and welcome back to my channel. ഇന്ന് നമുക്കൊരു ഡിഫറെൻറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. ലെമൺ ഫ്ലേവേർഡ് മിൽക്ക് ഷേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഈ ചൂട് സമയത്ത് അതേപോലെ ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റുന്ന ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റോ പഴം നമുക്ക് എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈന്തപ്പഴം നന്നായി വേവിച്ചിട്ട് അതിലെ കുരു കളഞ്ഞിട്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ പഴം നല്ല ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ കുഴപ്പമില്ല. ഇനി വേണ്ടത് 1 കപ്പ് പാലാണ്. നല്ല തണുത്ത പാലെടുക്കാവും കൂടുതൽ ടേസ്റ്റി. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് പീനട്ട്സ് കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3/4 ടേബിൾ സ്പൂൺ ലെമൺ ഫ്ലേവേർഡ് ആയിട്ടുള്ള വെള്ളം കലക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെമൺ ആൻഡ് മിൻറ്റ് ഫ്ലേവറുള്ള പൊടിയാണ്. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അര ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ലെമൺ ഫ്ലേവേർഡ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലെമൺ ആഡ് ചെയ്യുന്ന കാരണം കംപ്ലീറ്റ്ലി വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇവിടെ ബനാന അല്ലെങ്കിൽ വേറെ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള മിൽക്ക് ഷേക്കാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസും അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.